ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണേ. സൺഡേ ആയതുകൊണ്ട് എണീക്കാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 8:30 കാണും കേട്ടോ എണീറ്റപ്പോൾ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും സാമ്പാറുമാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ, അതായത് നമ്മൾ പരിപ്പും പിന്നെ കുറച്ച് സാമ്പാർ കൂടി ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ദോശയും സാമ്പാറൊക്കെ കഴിച്ചു. പിന്നെ ഞായറാഴ്ചക്കല്ലേ, അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാക്കു പോയിട്ട് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ബിരിയാണി ഉണ്ടാക്കുക, അത്ര തന്നെ. അങ്ങനെ ഞാൻ എന്താ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല പീസൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഈവനിങ് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ ബിരിയാണി റൈസ് ഒന്നും കിട്ടൂല കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഈ റൈസ് മാത്രമാണ്, അതായത് സോന മസൂരി റൈസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉച്ചക്കും രാത്രിക്കും കൂടെ ഉള്ള ബിരിയാണി ഇപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ കറക്റ്റായിട്ട് ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാനെപ്പോഴും ഒരേ ടൈപ്പ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് സ്പൈസസും പിന്നെ അരി ഒന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കും. എന്നിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ റൈസ് ഒന്ന് ആദ്യം വേവിച്ചു. റൈസ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കും. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാലപ്പൊടികളും പിന്നെ കുറച്ച് തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, തൈര്, പിന്നെ ചിക്കന് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. അങ്ങനെ മസാല റെഡി ആയതിനു ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അതിൻ്റെ മുകളിലോട്ടിട്ടിട്ട് കുറച്ച് ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തത് ഇട്ടാൽ എൻ്റെ ബിരിയാണി റെഡിയായി. ഇതത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അതെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. ഈവനിങ് ആയപ്പോൾ ഈ ഒരു സംഭവം കഴിച്ചിട്ടോ. ഇത് താമരയുടെ വിത്ത് എന്നൊക്കെയാണ് പറയുക. ഇതിനിവിടെ മക്കാന എന്നാണ് പറയുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുക. ഒരു പോപ്കോണിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത പാക്കറ്റാണ്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമാണത്. പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബ്രോസ്റ്റ് പൊടി ഇരിക്കുന്നുണ്ടായി നിന്ന് പിന്നെ ബ്രോസ്റ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ബ്രോസ്റ്റ് എന്നല്ല, ഒരു തട്ടിക്കൂട്ട ബ്രോസ്റ്റ്. ഞാനിവിടെ ബ്രോസ്റ്റ് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കി മൈദ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് പോയി കൊടുത്തിട്ട് ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കുറച്ചെത്തിയപ്പോഴത്തേന് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടേ. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി വെറുതെ അതിലൂടെ ഒന്ന് കുറച്ച് നേരം നടന്നു.
പിന്നെ കാറ്റൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോന്ന് ബിരിയാണി ചൂടാക്കിയതും പിന്നെ കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി കഴിച്ച് കിടന്നു.